പുതിയതായി അവതരിപ്പിക്കപ്പെട്ട വിഷയം ലൈംഗിക അരാജകത്തെ കുറിച്ചാണ്. എനിക്ക് ഒരു പക്ഷേ ഞാനിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ കേട്ട ഒരു കേസ് നിങ്ങളോട് പറഞ്ഞാൽ പക്ഷെ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. വളരെ ജീവിത സൗകര്യങ്ങളും സമ്പന്നതയും എല്ലാം ഉള്ള ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ എവിടുന്ന് ഒരു CD കേട്ട് ഒരു ക്ലാസ്സോ പ്രസംഗം കേട്ട് പെട്ടെന്ന് മാറുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ തിന്മകളുടെ എല്ലാ ലോകങ്ങളും കറങ്ങി തിരിഞ്ഞ് ആസ്വദിച്ച് തിരിച്ചു വന്ന ആളാണ്. അയാളെല്ലാം നിർത്തി, മദ്യപാനം നിർത്തി, എല്ലാ പരിപാടികളും നിർത്തി. പക്ഷേ ഇന്ന് അയാൾക്ക് നിർത്താൻ പറ്റാത്ത ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രാത്രി ഭാര്യ ഉറങ്ങിക്കഴിഞ്ഞാൽ 12 മണിക്ക് അയാൾ കൃത്യം ഉണരും. അയാൾ നേരത്തെ പറഞ്ഞ മാതിരി നെറ്റ് ഓൺ ചെയ്യും, വൃത്തികെട്ട മൂവികൾ അദ്ദേഹം കാണും. അത് കാണാതെ ഒരു രാത്രിയും അയാൾക്ക് പ്രഭാതമാവാറില്ല. അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യം, ഞാൻ ഇവിടെ ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി നിസ്കാരം തുടങ്ങിയല്ല, ഞാൻ നിസ്കാരം ആത്മാർത്ഥമായി ചെയ്യുന്ന ആളാണ്. ഞാൻ എന്നും ഖുർആൻ പാരായണം ചെയ്യും. ഒരു മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെ ഞാൻ അയാളോട് പറഞ്ഞു അതൊക്കെ അയാൾ യെസ്ന്നാ പറഞ്ഞു. ആത്മാർത്ഥമായി ഞാൻ നമസ്കരിക്കുന്നു, ആത്മാർത്ഥമായി ഞാൻ മുസ്ലിം ആയതിനു ശേഷം ഞാൻ ഉംറ ചെയ്തു, ഹജ്ജ് ചെയ്തു, ഒക്കെ ചെയ്തു. പക്ഷെ എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. സത്യത്തിൽ എന്റെ ജീവിതത്തിൽ ഞാൻ കേട്ട കാര്യങ്ങളിൽ എന്നെ അത്ഭുതപ്പെടുത്തൊരു സംഗതി. എന്തുകൊണ്ടാണ് നിർത്താൻ പറ്റാത്തത്? ബാക്കിയുള്ള ഒക്കെ നിന്നു. ഒരു മദ്യപാനം നിർത്തിയ ഒരാൾക്ക് എന്തുകൊണ്ടാണ് നെറ്റിൽ അയാൾ കാണുന്ന ഈ തോന്നിവാസങ്ങൾ അത്ര വലിയ അഡിക്ഷൻ സഹോദരങ്ങളെ, അത്ര വലിയ അഡിക്ഷൻ. നിങ്ങൾ ആലോചിക്കണം, അയാളുടെ ഭാര്യക്കറിയാം അയാൾ അങ്ങനെ ചെയ്യുന്നു എന്ന്. അയാളുടെ ഭാര്യ അയാളുടെ നിസ്സഹായതയിൽ മൗനയായിരിക്കുകയാണ്. അയാൾക്കത് പറ്റാതിരുന്നത് കൊണ്ട് മൗനയായിരിക്കുകയാണ് ജീവിതത്തിന് വേണ്ടി. അപ്പൊ എന്താണ് അയാൾ രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? ശരിക്കും വിശുദ്ധ ഖുർആനിന്റെ ആ അമാനുഷികത ബോധ്യപ്പെട്ട ഒരു പരിഹാരമാണ് എനിക്ക് മനസ്സിലായൊരു പരിഹാരം. എന്താ അറിയൂ, യഥാർത്ഥത്തിൽ ഇത്തരം രംഗത്ത് നമ്മുടെ കണ്ണുകൾക്ക് അനുവാദം കൊടുത്താൽ പിന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. കണ്ണ് തുറന്ന് നോക്കാൻ തീരുമാനിച്ചോ പിന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇസ്ലാം എത്ര കൃത്യമായിട്ട് പറഞ്ഞ കാര്യങ്ങള് ആണിനോട് മാത്രമല്ല, കുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം, പിന്നെ ബാക്കി വയഹ്ഫളൂ ഫുറൂജഹും, സത്യവിശ്വാസിയോട് പറയൂ കണ്ണുകളെ താഴ്ത്താൻ, മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കാൻ. ദാലിക അസ്കാരം. അതേ ആവർത്തനം സൂറത്തു നൂറിൽ സ്ത്രീകളോട്, കുല്ലിൽ മുഅ്മിനാത്തി യഗ്ളൂന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളന ഫുറൂജഹുന്ന, സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് പറയൂ കണ്ണുകളെ താഴ്ത്താൻ. സുഹൃത്തുക്കളെ, നോക്കിലും തീരുമാനിച്ചാൽ മതി, അതിന് പറ്റും. നോക്കിക്കഴിഞ്ഞതിന് ശേഷം ബാക്കി ഞാൻ ചെയ്യൂല എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയില്ല. നോക്കില്ലെന്ന് തീരുമാനിക്കാൻ ഒരാൾക്ക് പറ്റും. ഞാൻ നെറ്റ് ഓൺ ആക്കില്ല, ഞാൻ അത് കാണില്ല, അത്തരം സൈറ്റിൽ പോവില്ല എന്ന് ഞാൻ എന്റെ കണ്ണ് അതിലേക്ക് കൊണ്ടുപോകില്ലെന്ന് തീരുമാനിക്കാൻ ആർക്കും പറ്റും. ഞാൻ ക്യാമ്പസിലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു അന്യ സ്ത്രീയെ ഒരു പ്രത്യേകമായ വിചാരത്തോടു കൂടെയോ ഞാൻ കാണാനോ നോക്കാനോ ശ്രമിക്കുക. നമ്മുടെ കണ്ണുകൾ അന്വേഷിക്കുകയാണ്. അത്തരം രോഗികളായ ആളുകളുടെ മനസ്സുകളുടെ കണ്ണുകൾ പരതുകയാണ് തിന്മയുടെ ഇടങ്ങളെ. കണ്ണ് നിയന്ത്രിച്ചോ ബാക്കിയൊക്കെ നിയന്ത്രണം വിധേയം. കണ്ണ് നിയന്ത്രിച്ചില്ലയോ ബാക്കി നിയന്ത്രിക്കാൻ പറ്റില്ല. കുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും, മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കാൻ, കണ്ണുകളെ താഴ്ത്താൻ. അതുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റാത്ത ഒന്നുമല്ല. ഞാൻ ആ സുഹൃത്തിനോട് പറഞ്ഞു, ഒന്നുമില്ല, നോക്കൂലെന്ന് തീരുമാനിക്കാം, കാണില്ലെന്ന് തീരുമാനിക്കാം, അത് മാത്രമേ. അപ്പൊ അതിലേക്ക് എത്തിക്കുന്ന മറ്റു കാഴ്ചകൾ പകൽ സമയങ്ങളിലും അല്ലാത്ത സമയങ്ങളിലും പത്രത്തിലും ഫോട്ടോയിലും ഒന്നും നോക്കൂലാന്ന് തീരുമാനിച്ചാൽ കണ്ണുകളെ നിയന്ത്രിക്കുന്നവന് ജീവിതത്തിൽ ഈ ലൈംഗിക സദാചാര രംഗത്തെ പൂർണ്ണമായ മാറ്റം സാധ്യമാകുമെന്ന് ഉറപ്പ്. മറ്റൊന്ന്, നമ്മുടെ അനുവദനീയമായ മാർഗങ്ങളെ ശരിക്കും അനുഭവിക്കാം. അതായത് വിവാഹത്തിന്റെ പ്രായം എത്തിയെങ്കിൽ വിവാഹം കഴിക്കാം. വിവാഹം കഴിക്കുന്ന എന്തിനാ നിങ്ങൾ അതിന്റെ ലക്ഷ്യം പറഞ്ഞു നോക്കുന്ന നിങ്ങൾ അതല്ലേ പറഞ്ഞ്, യാ മാശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ് ഫഇന്നഹു അഗളു ലിൽ ബസർ. കണ്ണുകളെ താഴ്ത്താൻ അതാ നല്ലത്. കണ്ണുകളെ താഴ്ത്താനാ വിവാഹം. അതായത് നാം അനുഭവിക്കുന്ന നമ്മുടെ ഭാര്യ ഒരു സ്ത്രീ എന്ന നിലക്ക് അവളിൽ നമ്മൾ കാണാത്ത, അവളിൽ നമ്മൾ അനുഭവിക്കാത്ത മറ്റൊന്ന് വേറൊരു സ്ത്രീയിലുമില്ല. അങ്ങനെ തന്നെയാണ് നമ്മൾക്ക് അനുവദനീയമായി കിട്ടിയ നമ്മുടെ ഭാര്യ നമുക്ക് നൽകുന്നതിലപ്പുറം, നമ്മുടെ ഭർത്താവ് നമുക്ക് നൽകുന്നതിലപ്പുറം മറ്റൊരു ലോകത്തും ഇല്ലെന്ന് തിരിച്ചറിയാൻ എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നി. എനിക്ക് ഗൾഫിലൊക്കെ ചെന്നാൽ എന്താ പറയുക, സാധാരണ നമ്മളിവിടെയൊക്കെ സ്ത്രീകള് പുറത്തിറങ്ങുമ്പോഴുള്ള ചുരിദാറും സാരിക്കാണ് വലിയ പൈസ കൊടുത്തെടുക്കുക. ഗൾഫ് നാടുകൾ, അറബ് നാടുകളിലൊക്കെ ചില പ്രത്യേക കടകളുണ്ട്. നൈറ്റിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സിന് 50,000, 70,000, 75,000 രൂപ. ആ ഫ്ലാറ്റിനുള്ളിൽ തന്റെ ഭർത്താവിന് വേണ്ടി മനോഹരമായി ഡ്രസ്സ് ചെയ്തിരിക്കുകയാണ് അയാളുടെ ഭാര്യ. ഏറ്റവും നന്നായി സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് തന്ന ഒരു ആസ്വാദനത്തിന്റെ ലോകമാണ്.
എന്തിനാ നമ്മൾ അത് അനുഭവിക്കാതിരിക്കുന്നത്? വിവാഹത്തിലൂടെ അള്ളാഹു നമുക്ക് അവളുടെ പിതാവിന്റെ സമ്മതത്തോടെ പൂർണ്ണമായും വിട്ടു തന്നിരിക്കുകയാണ്. അത് ആസ്വദിക്കാനും അനുഭവിക്കാനുമുള്ള എല്ലാ മാർഗങ്ങളും അള്ളാഹു നമുക്ക് അനുഭവിച്ചു തന്നു. ഫഅ്തു ഹറസക്കും അന്നാ ശിഅ്തും. അങ്ങനെ ഒരാൾക്ക് തന്റെ ജീവിതത്തിന്റെ വൈകാരികതയെ അനുവദനീയമായ മാർഗങ്ങളിലേക്ക് തിരിച്ചുവിടാനും കണ്ണുകളെ നിയന്ത്രിക്കാനും പറ്റുമെങ്കിൽ തീർച്ച നമ്മുടെ മനസ്സുകൾ നിയന്ത്രണ വിധേയമാകും. അതിന്നണ്ട് രക്ഷപ്പെട്ടാണ്. ഞാൻ പറഞ്ഞ ഈ ലൈംഗികമായ സദാചാര രംഗത്ത് സൂക്ഷ്മത പാലിക്കാൻ ഒരാൾക്ക് പറ്റിയാൽ അയാളെ പോലെ ഒരു മതജീവിതത്തിന്റെ സന്തോഷവും ആഹ്ലാദവും അനുഭവിക്കുന്ന ഒരാളുണ്ടാവും. പിന്നെ സ്വർഗമുറപ്പ്, മൻ യളുമനുലി മാ ബൈന ലിഹിയൈഹി വമാ ബൈന ഫഖദൈഹി അളുമനു ലഹുൽ ജന്ന. എനിക്കാരുറപ്പ് തരും ഗുഹ്യസ്ഥാനത്തെയും നാവിനെയും സൂക്ഷിക്കാമെന്ന്, അളുമനു ലഹുൽ ജന്ന, സ്വർഗം തരാമെന്ന് ഉറപ്പ് തരുന്നു റസൂലുള്ളാഹി പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ മനസ്സിനും ഏറ്റവും ആഹ്ലാദവും സന്തോഷവും നൽകുന്നതാണ് ആ തിന്മയിൽ നിന്നുള്ള മോചനം. സഹോദരങ്ങളെ, കണ്ണുകളെ താഴ്ത്തൂ, നമ്മുടെ തള്ളവരിലേക്ക് നോക്കൂ. നമുക്ക് നമ്മുടെ എല്ലാ ലൈംഗികമായ വികാരങ്ങളെയും നിയന്ത്രിക്കാൻ പറ്റും. മനസ്സുകളെ ആ തിന്മയുടെ പിടിമുറുക്കങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റും. ഒരു രോഗം സുഖമായ ഒരാളെ പോലെ ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ ഇഹലോകത്തും പരലോകത്തും ജീവിക്കാൻ പറ്റും. നാം ഉറച്ച തീരുമാനങ്ങൾ എടുക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. പോർണോഗ്രാഫിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഇവിടെ ഹാരിസ് കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞു. അതിലെ ചോദ്യത്തിൽ വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നത്തെ ഒരു 30 കൊല്ലം മുമ്പുള്ള ഒരു കേരളീയ യുവത്വത്തിന്റെ അവസ്ഥയിലല്ല ഇന്ന് എന്നുള്ളത്. ഇന്ന് പോർണോഗ്രഫി നമ്മുടെ നല്ലൊരു സമയവും അപഹരിച്ചെടുക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അത് ഒരു യുവത്വത്തിന്റെ നല്ലൊരു സമയം. ആ ഒരു വസ്തുത പക്ഷേ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുകൂടി നമ്മൾക്ക് മനസ്സിലാകുമ്പോഴാണ് ഇത് ഏത് രൂപത്തിലാണ് നമ്മളെ കച്ചവടവൽക്കരിക്കുന്നത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു കാശും നിങ്ങളടുത്തുനിന്ന് വാങ്ങാതെ നിങ്ങളെ സൈറ്റുകളിലേക്ക് കൊണ്ടുപോയി ചെറിയ ചെറിയ ക്ലിപ്പുകൾ കാണിച്ച് ആ ക്ലിപ്പുകളിലൂടെ വലിയ വലിയ ട്രാപ്പുകളിലേക്ക് നയിക്കുകയാണ് ഒന്ന്. ആ ട്രാപ്പ് നിങ്ങൾക്ക് ഇവിടെ ഹാരിസ് പറഞ്ഞതുപോലെ നിങ്ങൾ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ, അതിനോട് കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ഒരാരംഭം കുറിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായി യുവത്വത്തിലുള്ള കുട്ടികൾക്ക്, കൗമാരപ്രായം കഴിയുന്ന ആളുകൾക്ക് സെക്സിനെ കുറിച്ചുള്ള ഒരുപാട് ആശകളും ഉണ്ടാകും. അവിടെ അറിയാനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും. ശരീരം അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങൾ പുറപ്പെടുവിക്കും. ആ പ്രതികരണങ്ങൾക്കനുസരിച്ച് ആസ്വദിക്കുവാനുള്ള തൃഷ്ണയുണ്ടാകും. ആ തൃഷ്ണയെ വളരെ സമർത്ഥമായി ചൂഷണം ചെയ്യുകയാണ് പോർണോഗ്രഫി ചെയ്യുന്നത് പൊതുവെ. അത് നിങ്ങൾക്ക് വെബ്സൈറ്റുകളിൽ മാത്രമല്ല, പത്രങ്ങള്, മാഗസിനുകള്, അതിന്റെ അവസാനത്തെ പേജുകള്, ഈ രൂപത്തിൽ പെണ്ണുങ്ങൾക്ക് വേണ്ടി എന്ന പേരിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മാസികകൾ പലപ്പോഴും 50% കേരളത്തിൽ വായിക്കുന്നത് പുരുഷന്മാരാണെന്നാണ് പടക്കണം. എന്തിനു വേണ്ടിയാണ് എന്ന് ഞാൻ പറയാത്തന്നെ നിങ്ങൾക്ക് പറയും. ഇവിടെ ഇത് അവയിലെല്ലാമുള്ള ചിത്രങ്ങൾ, ഇത് എല്ലാം തന്നെ നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുന്ന ഒരു പ്രത്യേക തലമുണ്ട്. ആ തലത്തിന്റെ അപകടം എന്താന്ന് വെച്ചാൽ, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ആ അതിലൂടെ നിങ്ങൾ കടന്നു പോയി കഴിഞ്ഞാൽ, അതിനൊരു അഡിക്ഷന്റെ ലൈനിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ, അതോടുകൂടി നിങ്ങളുടെ അധാർമിക ജീവിതം മാത്രമല്ല ആരംഭിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ സംതൃപ്തമായ ലൈംഗിക ജീവിതത്തിന്റെ തിരശീല താഴുകയാണ് ചെയ്യുന്നത്. അതാണ് ഭൗതികമായി നോക്കുമ്പോൾ ഏറ്റവും അപകടകരമായ കാര്യം. നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് തന്നെ നിങ്ങൾക്കറിയാം, ഇന്ന് കേരളത്തിൽ മാത്രം മില്യൺസിന്റെ ബിസിനസ് നടക്കുന്ന ഒരു കച്ചവടമുണ്ട്. അതെന്താണ്? ലൈംഗിക ഉത്തേജക മരുന്നുകളുടെ കച്ചവടം. എന്തുകൊണ്ട് ലൈംഗിക ഉത്തേജക മരുന്നുകൾ ആവശ്യമായി വരുന്നു? എങ്ങനെയൊക്കെ പാരസ്യം ചെയ്താലും ഒരു പെണ്ണിന്റെ ചിത്രമില്ലെങ്കിലും ഇത് അതിനു വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്യൺസ് ആണ് നേടിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എത്ര സാധനങ്ങളാണ്, കോടികളുടെ വിറ്റ് വരുമാനം. യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായി പറഞ്ഞാൽ ഇന്ന് വരെ
ഇപ്പറയുന്ന ലൈംഗിക പ്രശ്നങ്ങൾക്ക് ഒറ്റമൂലിയായി കണ്ടുപിടിക്കപ്പെട്ട ഒരു മരുന്നും ലോകത്തെ മാർക്കറ്റിൽ ഇല്ല. അത് ആയുർവേദമാണെങ്കിലും അലോപ്പതി ആണെങ്കിലും പിന്നെ ഈ ഹോമിയോപ്പതി ആണെങ്കിലും അല്ല. ഇപ്പറഞ്ഞ പ്രശ്നങ്ങൾക്കുള്ള മരുന്നുകൾ, അതേസമയം ഇപ്പറഞ്ഞ പ്രശ്നങ്ങൾ, ലൈംഗിക ബലഹീനതയും മറ്റു പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പോൺ കൾച്ചർ കൊണ്ടാണ്. പോൺ കൾച്ചർ സംഭവിക്കുന്നത് 16-ാമത്തെ വയസ്സിൽ ഇത് കാണാൻ തുടങ്ങുന്ന കുട്ടി അവന്റെ ശരീരത്തിൽ സ്വാഭാവികമായി ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ട ഈ രംഗത്ത് ഉള്ള സാക്രീഷൻസ് അല്ല അവന് വിവാഹപ്രായം എത്തുമ്പോഴേക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും പൂർണ്ണമാവുകയും ചെയ്തു കഴിഞ്ഞു. അവന്റെ ശരീരം കാഴ്ചക്ക് പറ്റിയ രൂപത്തിൽ പ്രതികരിക്കാതാകാൻ തുടങ്ങുന്നു. അപ്പോൾ അവൻ കണ്ട നടികളുടെ ശരീരത്തിന്റെ വടിവിനനുസരിച്ച് അതിനേക്കാളും സൗന്ദര്യമുള്ള ഒരു പെണ്ണ് സ്വന്തമായി വരുമ്പോൾ പോലും അവന്റെ ശരീരം സൃഷ്ടിപരമായി പ്രതികരിക്കാതാകുന്ന അവസ്ഥാവിശേഷത്തിലെത്തുന്നു. മനസ്സിലാകുന്നുണ്ടാവും കാര്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദിവസം പോൺ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അയാൾ നിങ്ങൾക്കറിയാവുന്നത് പോലെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണുകളുടെ സൃഷ്ടി, അതിന്റെ പ്രൊഡക്ഷൻ, ആ പ്രൊഡക്ഷൻ നിരന്തരമായി നടക്കുമ്പോൾ സ്വാഭാവികമായും കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഒരേ പിക്ചർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിൽ നിങ്ങൾക്ക് അത് സംഭവിക്കൂല. സ്വാഭാവികമാണ്. ഒരേ ഫിലിം തന്നെയാണെങ്കിൽ അവിടെ ഫിലിം മാറ്റണം. ആ ഫിലിം മാറ്റും. അപ്പൊ പുതിയ ആള് വരും. അപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ വീണ്ടും ഇതേ പ്രക്രിയ ആരംഭിക്കുന്നു. ഇങ്ങനെ നിങ്ങളുടെ ശരീരം ഇതിന് ഒരു തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ ലൈംഗിക ജീവിതത്തിലെ ആസ്വാദനം മുഴുവനും കഴിഞ്ഞു പോകുന്നു. അവിടെ യഥാർത്ഥ ഇണയെ കാണുമ്പോൾ, യഥാർത്ഥ ഇണയുമായുള്ള ലൈംഗിക ജീവിതം ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം അതിനനുസരിച്ച് ഉത്തേജിതമാകാത്ത അവസ്ഥയുണ്ടാകുന്നു, ലൈംഗിക ആസ്വാദനമില്ലാത്ത അവസ്ഥയുണ്ടാകുന്നു. അപ്പൊ പിന്നെ എന്താണ്? മരുന്നുകളുടെ ലോകത്തേക്കാണ് പിന്നെ നമ്മൾ പോണത്. ഒരു മരുന്ന്, ഒരു മാനസികമായ ഒരു മെഡിസിൻ ആണതല്ലോ. ഇത് കുടിക്കുന്നതുകൊണ്ട് എന്തോ സുഖം ഉണ്ടാവും എന്ന് വിചാരിക്കും, കുടിക്കും. സ്വാഭാവികമായും മനസ്സാണ് ഇവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത്രയും കാശ് ചെലവാക്കിയതല്ലേ, ആ നിലക്ക് ആദ്യം കുറച്ച് ലൈംഗിക ആസ്വാദനം ഉണ്ടാവും. വീണ്ടും ഇതേ പ്രശ്നം ആവർത്തിക്കും. അപ്പൊ അടുത്ത മരുന്നിലേക്ക് പോകും. മരുന്ന് എത്രയാണ്? ആയുർവേദം എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് തോന്നിയാസം നടക്കണ ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആയുർവേദം എന്ന് പറഞ്ഞാൽ മതി, പിന്നെ എന്ത് തോന്നിയാസവും ആകാന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ. അപ്പോ യഥാർത്ഥത്തിൽ ഇത് സാധ്യമല്ല. ഇത് ഉണ്ടാകുന്നത് മരുന്നുകളെ നമ്മൾ അഡിക്റ്റുകളായി മാറ്റുന്നത് നമ്മുടെ ഈ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ മതപരമായി അതിന്റെ വീക്ഷണം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. സംതൃപ്തമായ ഒരു ലൈംഗിക ജീവിതം ആഗ്രഹിക്കുന്ന ആളുകൾ നിർത്തിയേ പറ്റൂ, കണ്ണടച്ചേ പറ്റൂ. ഈ ഏർപ്പാടിനോട് ആ ഏർപ്പാടിൽ നിന്ന് രാജിവെച്ച് പുറത്ത് പോയേ പറ്റൂ. അല്ലെങ്കിൽ അത് നിങ്ങളുടെ സംതൃപ്തിയെയാണ്, നിങ്ങളുടെ ഇണയുടെ സംതൃപ്തിയെയാണ് ബാധിക്കുക എന്ന് നിങ്ങൾ അറിയുക, മനസ്സിലാക്കുക. അതാണ് ഖുർആനിന്റെ അമാനുഷികത. നിങ്ങൾ കണ്ണ് താഴ്ത്തുക നിങ്ങളുടെ ഇണയുടെ മുന്നിലല്ലാതെ. ഇണയുടെ മുന്നിലോ നിങ്ങൾ കണ്ണു തുറന്ന് ആസ്വദിക്കുക. മറ്റെല്ലായിടത്തും കണ്ണ് തുറക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഇണയുടെ മുന്നിലെത്തിയാൽ വലിയ ഉണ്ടക്കണ്ണ് തുറന്നാലും ഒന്നും സംഭവിക്കാത്ത അവസ്ഥയുണ്ടാകും. അതാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്.